My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 232 എപ്പിസോഡിൽ കാലി കാർബോണിക്കം എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആദ്യ ഭാഗത്ത് നമ്മൾ ഈ ഔഷധത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ കണ്ടു. വളരെ സങ്കീർണമായ പരസ്പര വിരുദ്ധമായ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ലക്ഷണങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ഔഷധം. അതുകൊണ്ട് തന്നെ അത്തരം അവസ്ഥയിലുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗികൾക്ക് ഇത് ഉപകരിക്കുകയും ചെയ്യും. ഈ ഭാഗത്ത് അതിൻ്റെ പർട്ടിക്കുലേഴ്സാണ് പറഞ്ഞു വരുന്നത്. മൂക്കുമായിട്ടും തൊണ്ടയുമായിട്ടും ചുമയുമായിട്ടും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളിലും കാലിക്കാർബിൻ്റെ ഒരു പൊതു സ്വഭാവം, ആ കൺഫ്യൂസിങ് സ്വഭാവം, ഓപ്പോസിറ്റ് സിംറ്റംസ് അതിൻ്റെ സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഭാഗമായിട്ടൊരു പെക്യുലിയർ സിംറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പെക്യുലിയർ സിംറ്റത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ കെൻ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം, ഹോമിയോപ്പതിക് പ്രാക്ടീസിൽ വളരെ മർമ്മപ്രധാനമെന്ന് പറയുന്നൊരു പാഠം, അത് എന്ത് ചെയ്യരുത്. കെൻ്റിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സമകാലീനരും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ തന്നെയും ചെയ്തിരുന്ന ഒരു കാര്യം, ഇന്നും ചെയ്യപ്പെടുന്ന ഒരു കാര്യം, അത് എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന അത്തരം പാഠങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. നമുക്ക് എന്താണ് കെൻ്റ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ശ്രമിക്കാം. ന്യൂറാൾജിയ ഓഫ് ദ സ്കാൽപ്പ് ആൻഡ് ഐസ് ആൻഡ് ദ ചീക്ക് ബോൺസ് ഇൻ അസോസിയേഷൻ വിത്ത് ദ നെർവസ് ഷൂട്ടിംഗ് പെയിൻസ്. അപ്പോൾ നെർവസ് ഷൂട്ടിംഗ് പെയിൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ തലയോട്ടിയിൽ, കണ്ണിൽ, കവളിലുകളിലൊക്കെ ഈ നാഡീസംബന്ധമായ വേദനകളുണ്ട്. ഷൂട്ടിംഗ് പെയിൻസ്, വയലന്റ് പെയിൻസ് ഹിയർ ആൻഡ് ദെയർ ഇൻ ഹെഡ് ആസ് ഇഫ് ദ ഹെഡ് വുഡ് ബി ക്രഷ്ഡ്. തല ഇങ്ങനെ ഞെരിച്ചമർത്തിക്കളയും എന്ന് തോന്നുന്ന തരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തലയുടെ പല ഭാഗങ്ങളിലായിട്ട് വേദന. അത് വയലന്റ് പെയിൻസ്, വളരെ ശക്തമായ രൂക്ഷമായ വേദനകളാണ്. കട്ടിങ് ആൻഡ് സ്റ്റാബിങ് ഇൻ ദ ഹെഡ്, തലയിൽ കത്തിക്ക് കുത്തുന്ന പോലെ, വെട്ടിമുറിക്കുന്ന പോലുള്ള വേദനകൾ. ഇതൊക്കെ സാധാരണ മനുഷ്യർ പറയുന്ന ചില എക്സ്പ്രഷൻസാണത്. വെട്ടിമുറിക്കുന്ന പോലെ വേദന എന്ന് പലരും പറയുന്നുണ്ട്. തലയിൽ വെട്ടിമുറിക്കുന്ന വേദന, കത്തിക്ക് കുത്തുന്ന വേദന. വയലന്റ് കൺജസ്റ്റീവ് ഹെഡ് ഏക്സ് ആസ് ഇഫ് ദ ഹെഡ് വെർ ഫുൾ, തല നിറഞ്ഞിരിക്കുന്ന പോലെ വിങ്ങുന്ന തരത്തിലുള്ള വേദന. ഹെഡ് ഹോട്ട് ഓൺ വൺ സൈഡ് ആൻഡ് കോൾഡ് ഓൺ ദ അതർ. ഫോർഹെഡ് കവേർഡ് വിത്ത് കോൾഡ് സ്വെറ്റ്. ഫോർഹെഡ് കവേർഡ് വിത്ത് കോൾഡ് സ്വെറ്റ് എന്നുള്ളത് നേരത്തെ കണ്ടു. പക്ഷെ ഇവിടെ തലയുടെ ഒരു ഭാഗം തണുത്തു ഇരിക്കുന്നു, മറ്റു ഭാഗം ചൂടായിരിക്കുന്നു. ഇത് പല ഔഷധങ്ങളിലുള്ളതാണ്. കാലിക്കാർബും അത് കാണിക്കുന്നുണ്ട്. ഒരു വശം ചൂട്, മറുവശം തണുപ്പ്. ഇതൊക്കെ പൊതുവെ ഡോക്ടേഴ്സ് വിശദീകരിക്കാനാവാത്ത പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞ് വലിയ ഗവേഷണങ്ങളൊക്കെ നടത്താൻ സാധ്യതയുള്ള വിഷയമാണ്. പക്ഷെ നമ്മളുടെ കൃത്യമായിട്ടുള്ള ഔഷധങ്ങളിലൂടെ അത് ലളിതമായി നമുക്കതിനെ മറികടക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് കാറ്റാറൽ കൺജസ്റ്റീവ് ഹെഡ് ഏക്ക്. കാറ്റാറൽ, തല വിങ്ങുന്ന പോലുള്ള കഫസംബന്ധമായ തലവേദന. വെനെവർ ഹി ഗോസ് ഔട്ട് ഇൻ ദ കോൾഡ് എയർ ദ നോസ് ഓപ്പൺസ് അപ്പ് ആൻഡ് ദ മ്യൂക്കസ് മെംബ്രെയിൻസ് ബിക്കം ഡ്രൈ ആൻഡ് ബേൺ. അപ്പോൾ ഒരു കൺഫ്യൂസിങ് അല്ലെങ്കിൽ കോംപ്ലക്സ് സിംറ്റം എന്ന് പറയുന്ന ആ ഒരു സിംറ്റമാണ് ഈ പറയുന്നത്. പുറത്ത് തണുപ്പിലേക്ക് എപ്പോഴൊക്കെ അയാൾ പോകുന്നോ അപ്പോഴൊക്കെ അയാളുടെ മൂക്ക് തുറക്കും. ഒപ്പം ഈ ശ്ലേഷ്മസ്തരം, മ്യൂക്കസ് മെംബ്രെയിൻ വരണ്ടു പോകും, പൊള്ളും. പൊതുവെ തണുപ്പിലേക്ക് പോകുമ്പോൾ മൂക്ക് അടഞ്ഞു പോവുക എന്നുള്ള ലക്ഷണമാണ് പൊതുവെ പല ഔഷധങ്ങളിലും പൊതുവെ ആളുകളിലും കാണുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. തണുത്ത തുറസായ വായിലേക്ക് പോകുമ്പോൾ കാലിക്കർ പേഷ്യൻറ്റിൻ്റെ മൂക്ക് തുറയുന്നു. മൂക്കിനുള്ളിലുള്ള ഈർപ്പമുള്ള ശ്ലേഷ്മസ്തരം വരണ്ടു പോകുന്നു, പൊള്ളുന്നു. When he returns in the warm room, the nose commences to discharge. തിരിച്ച് ഒരു ചൂടുള്ള മുറിയിലേക്ക് വരുമ്പോൾ മൂക്കിൽ നിന്ന് ഡിസ്ചാർജ് തുടങ്ങും. അപ്പോൾ ഡ്രൈനെസ് മാറി. ആൻഡ് ദ നോസ് സ്റ്റഫ്സ് അപ്പ് സോ ദാറ്റ് he cannot breathe through it. അപ്പോൾ അതുമാത്രമല്ല, മൂക്ക് അടഞ്ഞു പോകുന്നു, മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു. ആൻഡ് ദെൻ ഹി ഫീൽസ് മോസ്റ്റ് കംഫർട്ടബിൾ സോ ദാറ്റ് ഇറ്റ് ആർ സ്റ്റഫിങ് അബൌട്ട് ദ നോസ് ഇൻ എ വാം റൂം ആൻഡ് ഓപ്പണിംഗ് അപ്പ് ഇൻ ദ നോസ് ഇൻ ദ ഓപ്പൺ എയർ. അപ്പോൾ ഈ മൂക്ക് അടഞ്ഞു പോകുമ്പോൾ അതിലൂടെ
ശ്വസിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥയിൽ അതിൻ്റെ തൊട്ട് പിന്നാലെ അതിന് തൊട്ട് പിന്നാലെ അതിനോട് കൂടെ അയാൾ വളരെ സമാശ്വാസം കിട്ടുന്നു. നമുക്കിതൊക്കെ വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. അപ്പം തുടക്കത്തിലേക്ക് എൻ്റെ പറയുന്നത് ഒരുപാട് കൺഫ്യൂസിങ് സിംറ്റംസ് ഉണ്ടെന്ന്. മൂക്ക് അടഞ്ഞു പോകുന്നു, തിരികെ മുറിയിലേക്ക് വരുമ്പോൾ മൂക്ക് അടഞ്ഞു പോകുന്നു, അതേസമയം ഡിസ്ചാർജ് ഉണ്ടാകുന്നു. ആദ്യം ഡ്രൈ ആയിരുന്നു, ബേണിംഗ് ആയിരുന്നു, അകത്തേക്ക് വരുമ്പോൾ ഡിസ്ചാർജ് ഉണ്ടായി, അതിനുശേഷം മൂക്ക് അടഞ്ഞു പോകുന്നു, അതിലൂടെ ശ്വസിക്കാൻ പറ്റാതെ വരുന്നു. അതിനടുത്ത സ്റ്റേജിൽ, അടുത്ത ഘട്ടത്തിൽ അയാൾക്ക് വളരെ മോസ്റ്റ് കംഫർട്ടബിൾ ആകുന്നു. ആ ഒരു സ്റ്റേജസിൻ്റെ ക്രമമാണ്. ചൂടുള്ള മുറിയിൽ മൂക്ക് അടഞ്ഞു പോകുന്നു, ഓപ്പൺ എയറിൽ, തണുത്ത ഓപ്പൺ എയറിൽ മൂക്ക് തുറയുന്നു. ഈ ഒരു അവസ്ഥ അയാൾക്ക് വളരെ കംഫർട്ടബിളാണ്. When the nose is open so that he can breathe through it and is the time the head is most painful. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിസ്തീർണം വരികയാണ്. മൂക്ക് തുറന്നിട്ട് അതിലൂടെ ശ്വസിക്കാൻ പറ്റുന്ന സമയം അയാളുടെ തലയിലുള്ള വേദനയുടെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തുന്ന സമയമാണ്. വീണ്ടും കൺഫ്യൂസിങ് അവസ്ഥ. മൂക്ക് തുറന്ന് നാടൊക്കെ ബ്രീത്ത് ചെയ്യുമ്പോൾ കംഫർട്ട്, ഒരു സമാശ്വാസം തോന്നുന്നതിന് പകരം ആ ഒരു അവസ്ഥയാണ് അയാളുടെ തലവേദന ഏറ്റവും അധികം വർദ്ധിക്കുന്നത്. ഇറ്റ് ഈസ് പെയിൻഫുൾ ടു ദ കോൾഡ് എയർ ആൻഡ് ദ കോൾഡ് എയർ മേക്സ് ഇറ്റ് ബേൺ. അപ്പോൾ തലവേദന, തണുത്ത വായു തലവേദന ഉണ്ടാക്കുന്നു, തണുത്ത വായു മൂക്കിൽ പൊള്ളലുണ്ടാക്കുന്നു. ദ കോൾഡ് എയർ ഫീൽസ് ഹോട്ട്. ഉണ്ടോ ആ ഒരു പെക്യുലിയർ അവസ്ഥ, അല്ലെങ്കിൽ കൺഫ്യൂസിങ് അവസ്ഥ? തണുത്ത വായു ചൂടുള്ളതായിട്ട്, പൊള്ളിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നു. അയാളുടെ മൂക്ക് വാസ്തവത്തിൽ പൊള്ളുന്ന സെൻസേഷൻ ഉണ്ടാക്കുന്നു. ഓൾ ദീസ് പേഷ്യൻസ് സഫർ ഫ്രം എ ക്രോണിക് കാറ്ററ ആൻഡ് വെൻ ദേ ആർ റൈഡിംഗ് ദ വിൻഡ് ദ കാറ്ററൽ ഡിസ്ചാർജ് സീസസ് ആൻഡ് then will come on a headache and thus he has headache from riding in cold winds. അപ്പോൾ ഇതിൽ ഓപ്പറേറ്റീവ് പാർട്ടതാണ് ഹെഡേക്ക് ഫ്രം റൈഡിങ് ഇൻ ദ കോൾഡ് വിൻഡ്സ്. തണുത്ത കാറ്റിൽ, തണുത്ത വായുവിൽ വാഹനം ഓടിക്കുമ്പോൾ, റൈഡിങ് എന്ന് വെച്ചാൽ ഇവിടെ കുതിരവണ്ടി ഓടിക്കുക എന്നൊക്കെ ഉള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ കാറ് ഓടിക്കുക. അന്നത്തെ ഒരു കാലത്തിൽ ഓപ്പൺ ആയിട്ടുള്ള കാറാണ്. അപ്പോൾ നമ്മൾ ടൂ വീലറിൽ, ഓപ്പൺ ടൂ വീലറിൽ പോകുന്നു, അല്ലെങ്കിൽ അടയ്ക്കാത്ത കാറിൽ പോകുന്നു, ഓപ്പൺ ബസ്സിൽ പോകുന്നു എന്നൊക്കെ വിചാരിച്ചാൽ മതി. ആ ഒരു അവസ്ഥയിൽ ഈ ക്രോണിക് കാറ്റാറൽ പേഷ്യൻസ് ഇതേപോലെ ഓപ്പൺ എയറിൽ ഇങ്ങനെ പോകുമ്പോൾ ഡിസ്ചാർജ് നിലക്കുന്നു, മൂക്ക് ഡ്രൈ ആകുന്നു, തലവേദന ഉണ്ടാകുന്നു. അങ്ങനെയാണ് തണുത്ത വായുവിൽ വണ്ടി ഓടിക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ തലവേദന എന്നുള്ള ലക്ഷണത്തിൻ്റെ അതിൻ്റെ പശ്ചാത്തലമാണ് കണ്ടുപിടിക്കുന്നത്. whenever the discharge ceases from taking hold in a draft on comes headache. അപ്പോൾ തണുത്ത കാറ്റിൽ ഡിസ്ചാർജ് നിലയ്ക്കുമ്പോൾ തലവേദന ആരംഭിക്കുന്നു. ആൻഡ് ആസ് ദ ഡിസ്ചാർജ് ബിക്കം ഫ്രീ അഗെയിൻ ദ ഹെഡേക്ക് ഈസ് റിലീവ്ഡ്. ഇനി അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ഫ്രീ ആയി കഴിയുമ്പോൾ, അതിൽ നിന്ന് മാറിക്കഴിയുമ്പോഴേക്കും ഉള്ള തലവേദനയും ശമിക്കുന്നു. Neuralgic pains in eyes and scalp and through the cheekbones from a cessation of chronic catarrhal discharge. And when the discharge starts up again, these pains cease. പഴകിയ കഫത്തിൻ്റെ ഡിസ്ചാർജസ് ഇല്ലാതാകുമ്പോൾ ന്യൂറോളജി പെയിൻസ് കണ്ണിൽ, തലയോട്ടിയിൽ, കവിളിലൊക്കെ വരുന്നു, വേദന വരുന്നു. എന്നിട്ട് ഡിസ്ചാർജ് തുടങ്ങിക്കഴിഞ്ഞാലോ, വീണ്ടും തുടങ്ങിക്കഴിഞ്ഞാലോ ഈ വേദനകൾ റിലീഫ് വരും. ദ ക്രോണിക് കാറ്ററ ഓഫ് ദ നോസ് ദർ ഇസ് എ തിക് ഫ്ലൂവൻറ്റ് യെല്ലോ ഡിസ്ചാർജ്. അപ്പോൾ പഴകിയ മൂക്കിലുള്ള കഫം പോക്കിന് എങ്ങനെയാണ് കട്ടിയുള്ള, അതേസമയം ഫ്ലൂവൻ്റ് ആയിട്ടുള്ള, എളുപ്പത്തിൽ പോകുന്നത് മഞ്ഞ നിറത്തിലുള്ള ഡിസ്ചാർജ്, ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. ഡ്രൈനസ് ഓഫ് ദ നോസ് ഔട്ട്റൈറ്റിംഗ് വിത്ത് സ്റ്റഫിങ് അപ്പ്. അപ്പോൾ മൂക്കിൻ്റെ ഡ്രൈനസ്, മൂക്ക് അടഞ്ഞു പോകുന്ന അവസ്ഥ, ഇത് രണ്ടും മാറി മാറി വരും. The one who suffers from a chronic catarrh will also have the discharge in the morning. അപ്പോൾ പഴകിയ കഫസംബന്ധമായ മൂക്കിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്ക് പ്രഭാതത്തിൽ മൂക്കിൽ നിന്ന് കഫം ഒലിപ്പുണ്ട്. വിച്ച് വിൽ ഫിൽ അപ്പ് ദ നോസ് വിത്ത് യെല്ലോ മ്യൂക്കസ്. അപ്പോൾ മൂക്കിൽ മഞ്ഞ നിറത്തിലുള്ള കഫമെന്ന് അറിഞ്ഞിട്ട് രാവിലെ ഡിസ്ചാർജ് ഉണ്ടാകും. ഇൻ ദ മോർണിംഗ് ഹി ബ്ലോസ് ഔട്ട് ആൻഡ് ഹോക്സ് അപ്പ് ഡ്രൈ ഹാർഡ് ക്ലസ് ദാറ്റ് ഫിൽ അപ്പ് ദ നാസൽ പാസേജ് ക്ലിയർ ഓവർ ഇൻ ടു ദ ഫാരിങ്സ് ആൻഡ് ഡൗൺ ഇൻ ടു ദ ത്രോട്ട്. പ്രഭാതത്തിൽ മൂക്കി കയറ്റുമ്പോൾ വരണ്ട കട്ടിയുള്ള ഈ മൂക്കള വരണ്ട് കട്ടിയായിട്ട് അത് പൊറ്റ പോലെ അത്
പുറത്തേക്ക് പോകും. അതേപോലെ ഈ മൂക്കിൻ്റെ പാസേജസിൽ മൂക്കിനും പിന്നിലുള്ള ആഹാരവും വായുവൊക്കെ പാസ് ചെയ്യുന്ന പാസേജസിലൊക്കെ ഉണ്ടായിരുന്ന ഈ പൊറ്റ, കഫം കട്ടിയായ പൊറ്റ, അത് മ്യൂക്കസ് മെംബ്രെയിനിലുണ്ടായിരുന്ന സാധനം ഇത് ഒരു കട്ട പോലെ പുറത്തേക്ക് തള്ളിപ്പോവുകയും ചെയ്യും. ദീസ് ക്രസ്റ്റ് ബിക്കം ഡ്രൈ ആസ് ഇഫ് ദേ വർ പാർട്ട്ലി ഫോംഡ് അപ്പ് ഓൺ ദ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് വെൻ ദേ ആർ ബ്ലോൺ ഔട്ട് ദർ ഇസ് ബ്ലീഡിങ്. മ്യൂക്കസ് മെംബ്രെയിനിൽ ആണ് ഭാഗികമായിട്ട് ഈ പൊറ്റ ഉണ്ടാകുന്നത്, എങ്കിലും ഇത് പുറത്തേക്ക് തള്ളിപ്പോകുമ്പോൾ ബ്ലീഡിങ് വരാം. ബ്ലീഡിങ് വരാമെന്നുമ്പോൾ മറ്റേ പാർട്ട് ഈ ബ്ലഡ് വെസൽസുമായിട്ടും ചേർന്നും വരുന്നുണ്ടാകണം. അതായിരിക്കണം എൻ്റെ ഉദ്ദേശിക്കുന്നത്. മ്യൂക്കസ് മെംബ്രെയിനിലും അല്ലാത്ത മാംസളമായ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഈ ക്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അത് വിട്ടു പോകുമ്പോൾ ബ്ലീഡിങ് വരുന്നു. ദ ബ്ലീഡിങ് സ്റ്റാർട്ട്സ് ഫ്രം വേർ ദ ക്രസ്റ്റ് ആർ ലിഫ്റ്റഡ് അപ്പ്. ഈ പൊറ്റ എവിടുന്ന് പൊട്ടി വേർപെട്ട് പോകുന്നു അവിടെ നിന്നാണ് ബ്ലീഡിങ് തുടങ്ങുന്നത്. ഹി സബ്ജക്റ്റ് സോർ ത്രോട്ട് ഈസ് ഓൾവേസ് ടേക്കിംഗ് കോൾഡ് ആൻഡ് ഇറ്റ് സെറ്റിൽസ് ഇൻ ദ ത്രോട്ട്. അപ്പോൾ തൊണ്ടയ്ക്കുള്ള കിരീരിപ്പും തൊണ്ടയടപ്പും ഒക്കെ അയാൾക്ക് എപ്പോഴും അതിൻ്റെ ഒരു ബാധ എപ്പോഴും ഉണ്ടാകും. എപ്പോഴും അയാൾക്ക് തണുപ്പടിക്കുന്ന ടൈപ്പാണ്. തണുപ്പടിക്കുമ്പോൾ പ്രശ്നമുണ്ടാവും. അത് അയാളുടെ തൊണ്ടയിൽ പോയി സെറ്റിൽ ചെയ്യും. ഈസ് ഓൾസോ സബ്ജക്റ്റ് ടു എൻലാർജ് ടോൺസിൽസ് ആൻഡ് വിത്ത് ദീസ് ഹാസ് എൻലാർജ്മെന്റ് ഓഫ് ക്രോണിക് ഹാർഡ്നെസ് ഓഫ് ദ പെരോട്ടിഡ് ഗ്ലാൻഡ്സ്, വൺ ഓർ ബോത്ത്. അപ്പോൾ ടോൺസിൽസ് വിങ്ങുന്നൊരവസ്ഥ ഇയാൾക്കുണ്ട്. ഇതിനോടൊപ്പം തന്നെ പെരോട്ടിഡ് ഗ്ലാൻഡ്സ് അതൊന്നോ രണ്ടുമോ അതും കല്ലിച്ച് വീർത്ത് പഴകി കല്ലിക്കുന്നൊരവസ്ഥയുണ്ട്. ഗ്രേറ്റ് നോട്ട്സ് ബിലോ ദ ഇയർ ബിഹൈൻഡ് ദ ജോ. ചെവിയുടെ താഴെ താടിയലിന് പിന്നിലായിട്ട് ആ ഒരു ലൊക്കേഷനിൽ വലിയ കല്ലിപ്പ് കട്ട പോലെ ഇതിങ്ങനെ നിൽക്കും. ദീസ് ഗ്രോ ആൻഡ് ബിക്കംസ് ഹാർഡ്. അപ്പോൾ ഈ കല്ലിപ്പ് വളരുന്നു, അത് കൂടുതൽ കട്ടിയുള്ളതാകുന്നു. ആൻഡ് അറ്റ് ടൈംസ് പെയിൻഫുൾ ഷൂട്ടിംഗ് ഡാർട്ടിംഗ് പെയിൻസ് വെൻ ഹീ ഈസ് മൂവിങ് അബൌട്ട് ഇൻ ദ ഓപ്പൺ എയർ. എന്നിട്ട് അവിടെ ഇത് പലപ്പോഴും വേദനയുള്ളതായിരിക്കും. ആ വേദന ഇങ്ങനെ ഷൂട്ടിംഗ് ആയിട്ടുള്ള വേദന, ഡാർട്ടിംഗ് പെയിൻസ് ഇങ്ങനെ കുത്തിത്തുളച്ചു പോകുന്ന തരത്തിൽ ഉള്ള തരത്തിലുള്ള വേദനകൾ ഇത് ഓപ്പൺ എയറിൽ ഇത് ഉണ്ടാകും. ഓപ്പൺ എയറിൽ സഞ്ചരിക്കുമ്പോൾ ഈ പെയിൻഫുൾ നേച്ചർ വരും. ഇത് ഒരു രോഗി എക്സ്പ്രസ് ചെയ്യുന്ന ലക്ഷണങ്ങൾ മാത്രമായിട്ട് പറയുന്നു. ഇതിൻ്റെ ശരീരശാസ്ത്രപരമായിട്ടൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അർബുദത്തിൻ്റെ ലക്ഷണങ്ങളാകാം. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ചറിയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ട്രൂ എക്സ്പ്രഷൻസ്, പേഷ്യൻറ്റിന് ഇത് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അത് ഹീൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലുള്ള അർബുദത്തിൻ്റെ അവസ്ഥയും ആകാം. കാരണം സമാനമായ അവസ്ഥയിലൂടെ മറ്റൊരു ഗ്രന്ഥിയിൽ കടന്നുപോയ വ്യക്തി എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അത് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. വെൻ എയർ സ്ട്രൈക്സ് ദീസ് എൻലാർജ് ഗ്ലാൻഡ്സ് ദേ ആർ സോർ ആൻഡ് പെയിൻഫുൾ. അപ്പോൾ അവിടെ ഈ വീർത്ത കെട്ടിയ ഗ്രന്ഥികളിൽ കാറ്റടിക്കുമ്പോൾ അവിടെ നൊമ്പരവും വേദനയും ഒക്കെ ഉണ്ടാവും. ആൻഡ് ഹീസ് അമീലേറ്റഡ് ബൈ ഗോയിങ് ടു എ വാം പ്ലേസ്. അപ്പോൾ തണുത്ത പാസേജസിൽ നിന്ന് മാറിയിട്ട് ചൂടുള്ള മുറിയിലേക്ക് പോകുമ്പോൾ ഈ വേദനയൊക്കെ ശമിച്ച് അയാൾക്കൊരു സമാശ്വാസം ഉണ്ടാവും. ദ അക്യൂട്ട് കോഴ്സ് എക്സ്റ്റെൻഡ് ടു ദ ചെസ്റ്റ്, ബട്ട് കാലികാർബ് ഹാസ് ബീൻ ഫൗണ്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻ ദ ക്രോണിക് കാറ്റർ ഓഫ് ദ ചെസ്റ്റ്, ക്രോണിക് ബ്രോങ്കൈറ്റിസ്. അപ്പോൾ അക്യൂട്ട് കണ്ടീഷൻ, ഈ കോൾഡിൻ്റെ അക്യൂട്ട് കണ്ടീഷൻ ചെസ്റ്റ് വരെ പോകാം, തൊണ്ടയിൽ സെറ്റിൽ ചെയ്തിട്ട് ചെസ്റ്റ് വരെ പോകാം. എന്നാലും കാലികാർബ് കൂടുതൽ യോജിക്കുന്നത് ക്രോണിക് കണ്ടീഷനിലാണ്, ക്രോണിക് കാറ്റാറൽ കണ്ടീഷനാണ്. ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പഴകിയ കഫസംബന്ധമായ പ്രശ്നങ്ങളിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് അതിനോടാണ് കാലികാർബ് കൂടുതൽ യോജിക്കുക. എന്ന് വെച്ചുകൊണ്ട് അക്യൂട്ട് കേസസിനെ അത് സുഖപ്പെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ദ ചെസ്റ്റ് ഈസ് വെരി ഓഫൺ അഫക്റ്റഡ് ഇൻ ജസ്റ്റ് ദ സെയിം വേ ആസ് ദ നോസ്. മൂക്കിൻ്റെ കാര്യം നമ്മൾ കണ്ടു, ഡ്രൈനെസ്സും ഓപ്പണിങ്ങും ബേണിങ്ങും ഒക്കെ കണ്ടു. അതുപോലെ തന്നെ ചെസ്റ്റും വളരെ സാധാരണമായി തന്നെ കാലികാർബിൽ അഫക്റ്റഡ് ആവും. ദർ ഈസ് ദ ഡ്രൈനെസ് ആൻഡ് ഡ്രൈ ബാർക്കിംഗ് ഹോക്കിംഗ് ഓഫ് ഇൻ കോൾഡ് എയർ. മൂക്കിന് നമ്മൾ കണ്ട അതേ അവസ്ഥ. തണുത്ത വായുവിൽ വരണ്ട അവസ്ഥ വരുന്നു. ബാർക്കിംഗ് ഹോക്കിംഗ് ഓഫ്, കുരക്കുന്ന പോലെ ഇങ്ങനെ എന്തോ തെകിട്ടി കളയുന്ന പോലെയുള്ള തരത്തിലുള്ള ഹോക്കിംഗ്, ആ ടൈപ്പിലുള്ള ചുമകൾ തണുപ്പിൽ. ബട്ട് എ കോപ്പിയസ് എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂക്കസ് വെൻ ഇറ്റ് ബിക്കംസ് വാം. ചൂട് മുറിയിലേക്ക് വരുമ്പോൾ, ചൂട് കിട്ടിക്കഴിയുമ്പോഴേക്കും
നല്ല വർദ്ധിച്ച അവസ്ഥയിലുള്ള കഫത്തിൻ്റെ ഒലിപ്പും ഉണ്ടാകും. ആൻഡ് ദാറ്റ് ഈസ് എ ടൈം ഹീ ഈസ് മോസ്റ്റ് കംഫർട്ടബിൾ. മൂക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ അവസ്ഥയിലാണ് അയാൾക്ക് ഏറ്റവും അധികം സമാശ്വാസം കിട്ടുന്നത് ചൂടുള്ള മുറിയിൽ. ഫോർ ദ എക്സ്പെക്ടറേഷൻ സീംസ് ടു റിലീവ് ഹിം. എന്തുകൊണ്ടാണ്? ഈ കഫത്തിൻ്റെ പോക്ക് അയാൾക്ക് സമാശ്വാസം കൊടുക്കുന്നതായി കാണപ്പെടുന്നു. അത് മതി, എന്ത് പേഷ്യൻ്റ് അനുഭവിക്കുന്നുള്ള മതി. എന്തുകൊണ്ടത് സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നതിൻ്റെ പിന്നാമ്പുറങ്ങൾ ചെയ്യേണ്ട ബാധ്യത ഒരു ഹോമിയോപാത്തിനില്ല. പേഷ്യൻറ്റിന് എന്ത് ഫീൽ ചെയ്യുന്നു, അയാൾ എന്ത് അനുഭവിക്കുന്നു, അയാൾ എന്ത് എക്സ്പ്രസ് ചെയ്യുന്നു, അതിനാണ് പരമമായ പ്രാധാന്യം. അതുകൊണ്ടാണ് പറയുന്നത് സീംസ് ടു റിലീവ് ഹിം, അത് മതി. ഹി സഫേഴ്സ് മോസ്റ്റ്ലി ഫ്രം എ ഡ്രൈ ഹോക്കിംഗ് കോഫ് വിത്ത് മോർണിംഗ് എക്സ്പെക്ടറേഷൻ. അപ്പോൾ ഈ കാലിക്കാർ പേഷ്യൻറ്റിൻ്റെ സഹനം, ഏറ്റവും പ്രധാനപ്പെട്ട സഹനം എന്താണ്? വരണ്ട ഇങ്ങനെ കൊക്കുന്ന പോലുള്ള ചുമ, പ്രഭാതത്തിൽ കഫത്തിൻ്റെ ഡിസ്ചാർജ്. ദ കോഫ് ബിഗിൻസ് വിത്ത് എ ഡ്രൈ ഹോക്കിംഗ്. വരണ്ട ഈ ഒരു ഒക്കാൻ വരുന്ന പോലെ ഹാക്കിംഗ്, ഗാഗിങ്, അതോടുകൂടിയാണ് ചുമ തുടങ്ങുന്നത്. അത് ക്രമേണ ഇൻക്രീസസ് ഗ്രാജുവലി, പതുക്കെ സാവകാശം വർദ്ധിച്ചിട്ട് സംടൈംസ് വെരി റാപ്പിഡ്ലി, ചിലപ്പോൾ വളരെ പെട്ടെന്ന് വർദ്ധിക്കാം, ടു എ വയലന്റ് സ്പാസ്മോഡിക് ഓഫ് വിത്ത് ഗാഗിങ് ഓർ വോമിറ്റിംഗ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ചുമ ഡ്രൈ ഹോക്കിംഗ് കോഫായിട്ട് വന്നിട്ട് സാവകാശമോ വേഗമോ വർദ്ധിച്ചിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള, പെട്ടെന്ന് വർദ്ധിച്ചിങ്ങനെ ഒന്നിനു പുറകെ സീരിയസ് ആയിട്ട് വരുന്ന സ്പാസ്മോഡിക് ആയിട്ടുള്ള ചുമ വിത്ത് ഗാഗിങ് ഓർ വോമിറ്റിംഗ്, തൊണ്ട ഇങ്ങനെ എന്തോ തടസ്സം വന്നിട്ടിങ്ങനെ കൊക്കുന്ന പോലെ, ഈവൻ ഛർദ്ദിക്കുന്ന പോലെ ആകാം. ഇത് സ്പാസ്മോഡിക് കോഫ് വിത്ത് ഗാഗിങ് ഓർ വോമിറ്റിംഗ്. ആൻഡ് വെൻ കോഫിംഗ് ഇറ്റ് ഫീൽസ് ആസ് ഇഫ് ഹിസ് ഹെഡ് വുഡ് ഫ്ലൈ ടു പീസസ്. അപ്പോൾ ഈ ഒരു അവസരം ചുമക്കുമ്പോൾ തല ഇങ്ങനെ പൊട്ടി പല ശകലങ്ങളായി പറന്നു പോകുമെന്ന് തോന്നുന്നു, അത്രയ്ക്ക് വേദന. The face becomes puffed, the eyes seems to protrude, and then there is seam that which is commonly present in കാലിക്കാർബ്. അപ്പോൾ ഈ കാലിക്കാർബിൽ സാധാരണ കാണുന്നൊരു അവസ്ഥ പറയുകയാണ്, മുഖം ഇങ്ങനെ വീർത്ത് കെട്ടി നീരുവിങ്ങിയ പോലെ വന്നിട്ട് കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നിട്ട്. ഇനി എന്താണ് കാലിക്കാർബ് കാണുന്നൊരു പെക്യുലാരിറ്റി? എ പെക്യുലർ സോർട്ട് ഓഫ് എ സ്വെല്ലിംഗ് ബിറ്റ്വീൻ ദ ഐലിഡ്സ് ആൻഡ് ഐബ്രോസ്. കൺപോളകൾക്കും കൺപീലിക്കും ഇടയിൽ, കണ്ണിൻ്റെ മേൽഭാഗത്തായിട്ട് ഫിൽസ് അപ്പ് വെൻ കോഫിങ്. ഇങ്ങനെ ചുമ ഉണ്ടാകുമ്പോൾ സർവ്വസാധാരണ കാലിക്കാർബിൽ കാണുന്നത് അവിടെ വെള്ളം കെട്ടിയിട്ട് പുരികത്തിനും കൺപീലിക്കും ഇടയിൽ ഒരു സാക്ക് പോലെ വെള്ളം കെട്ടി വരും. യുവർ അറ്റൻഷൻ ഈസ് കോൾഡ് ടു ദാറ്റ് പെക്യുലർ ഫീച്ചർ. അതിനെ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എന്ന് പറയുകയാണ്. ഫോർ ഓൾദോ ദർ മേ ബി ബ്ലോട്ടിംഗ് nowhere else upon the face, that little bagging will appear above the lids and below the eyebrow. മുഖം വീർത്ത് കെട്ടി പഫി ആകുമെന്ന് പറഞ്ഞു, പക്ഷേ ഒരു നീര് കെട്ടി ഇങ്ങനെ വീങ്ങിയ പോലെ മുഖത്തൊരിടത്തും കണ്ടില്ലെങ്കിലും അത് പ്രകടമായിട്ട് കാണുന്നത് കൺപിരികത്തിന് താഴെ കൺപോളയ്ക്ക് മുകളിലായിട്ടുള്ള ഒരു മേഖലയിലായിരിക്കും. അതിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്നാണ് എൻ്റെ പറയുന്നത്. ഇറ്റ് ഫീൽസ് അപ്പ് സംടൈംസ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് എ ലിറ്റിൽ വാട്ടർ ബാഗ്. വെള്ളം നിറഞ്ഞ സഞ്ചി പോലെ ചില സമയങ്ങളിൽ കാണപ്പെടും. സച്ച് എ സ്വെല്ലിംഗ് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ കാലിക്കാർബ്, ആൻഡ് സംടൈംസ് ദാറ്റ് സിംപ്റ്റം അലോൺ ഗേറ്റ്സ് ടു ദ എക്സാമിനേഷൻ ഓഫ് ദ റെമഡി ഫോർ ദ പർപ്പസ് ഓഫ് അസർട്ടൈനിങ് ഇഫ് കാലിക്കാർബ് ഡസ് നോട്ട് ഫിൽ ഓൾ ദ റെസ്റ്റ് ഓഫ് ദ കേസ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഈ ഒരു സിംഗുലർ സിംപ്റ്റത്തിൻ്റെ പ്രാധാന്യം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, കാലിക്കാർബാണെന്ന് നമ്മൾ തോന്നുന്നു, പക്ഷേ പല ലക്ഷണങ്ങളും കാലിക്കാർബിനോട് ചേരുന്നില്ല. അങ്ങനെ പാർഷ്യലി സിമിലർ ആയിട്ടുള്ള അവസ്ഥയിൽ ഈ ഒരു ലക്ഷണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചില സമയം അത് കാലിക്കാർബാണെന്ന് ഉറപ്പിക്കാനുള്ള ഒരു താക്കോലായിട്ട് നമുക്കതിനെടുക്കാം. ഇനി അതിൻ്റെ നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളാണ് തുടർന്ന് പറയുന്നത്. ബോണിങ്ങോസൺ സ്പീക്സ് ഓഫ് ആൻ എപ്പിഡമിക് ഓഫ് വൂപ്പിംഗ് ഓഫ് ഇൻ വിച്ച് ദ മെജോറിറ്റി ഓഫ് കേസസ് കാൾ ഫോർ കാലിക്കാർബ് ആൻഡ് ദി സ്ട്രൈക്കിംഗ് ഫീച്ചർ വാസ് പ്രസൻറ്റ്. ഈ ബോണിങ്ങോസൻ്റെ അനുഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലെസർ റൈറ്റിങ്സിലൊക്കെ അത് പറയുന്നുണ്ട്. ഒരു വൂപ്പിംഗ് കോഫിൻ്റെ ഒരു പകർച്ചവ്യാധി പോലെ വന്നൊരു സാഹചര്യത്തിൽ ഭൂരിപക്ഷം കേസുകളിലും കാലിക്കാർബാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്.
അപ്പം അങ്ങനത്തെ കേസിൽ ഈ ഒരു കൺപീലിക്കും പുരികത്തിനും കണ്ണിൻ്റെ മേലെയുള്ള പീലിക്കും പുരികത്തിനും ഇടയിലുള്ള ഈ വെള്ളക്കെട്ട് നീർക്കെട്ട് കാണപ്പെട്ടിരുന്നു. ഇനി അടുത്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, നോ റെമഡി ഷുഡ് എവർ ബി ഗിവൺ ഓൺ വൺ സിംറ്റം. ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ മോർണിംഗ് ഈ അനുഭവമൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ എന്നാൽ അങ്ങോട്ട് കൊടുത്തു കളയാം, കണ്ണിൻ്റെ മേലയിൽ ഇങ്ങനെ സാക്കുണ്ടെങ്കിൽ അങ്ങോട്ട് കാലിക്കാഭാഗം കൊടുത്തേക്കാം എന്നൊരു ചിന്ത വന്നു പോകാം. പക്ഷേ അതൊരിക്കലും ചെയ്യരുത്. കാലിക്കാർബ് എന്നുള്ള ഒരൊറ്റ ഔഷധവും വെറും ഒരൊറ്റ ലക്ഷണത്തിൻ്റെ പുറത്ത് കൊടുക്കരുത്. ചില എക്സെപ്ഷൻസ് ഒക്കെ എൻ്റെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ടുണ്ട് ചില സവിശേഷ സാഹചര്യങ്ങളിൽ. അല്ലാതെ ഒരിക്കലും ഒരൊറ്റ ലക്ഷണത്തിൻ്റെ പേരിൽ ഒരു ഹോമിയോപ്പതിക്ക് ഔഷധം കൊടുക്കരുത്. അതൊരു ഹോമിയോപ്പതിക് പ്രാക്ടീസ് അല്ല. ഇഫ് യു ആർ ലെഡ് ടു എ റെമഡി ബൈ എ പെക്യുലർ സിംറ്റം, സ്റ്റഡി ദ റെമഡി ആൻഡ് ദ ഡിസീസ് തറലി ടു അസർട്ടൈൻ ഇഫ് ദ ടു ആർ സിമിലർ ഇനഫ് ടു ഈച്ച് അതർ ടു എക്സ്പെക്ട് എ ക്യൂർ. ഇനി ഈ ഒരു പെക്യുലർ സിംറ്റം, ഈ നമ്മൾ കണ്ട പോലെ ഒരു വളരെ സവിശേഷമായ ലക്ഷണം നിങ്ങൾ ഒരു ഔഷധത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്നതിന് മുൻപ് ആ ഔഷധത്തെക്കുറിച്ചും ആ പേഷ്യൻറ്റിനെ കുറിച്ചും നന്നായിട്ട് പഠിക്കുക. പരസ്പരം മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പഠിക്കുക. പഠിച്ച് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അല്ലാതെ ആ ഒരു സവിശേഷമായ ലക്ഷണത്തിൻ്റെ പേരിൽ മാത്രം കൊടുത്തേക്കരുത്. അത് പരാജയത്തിലേക്ക് നയിക്കാം. ചില സാഹചര്യങ്ങളിൽ രോഗിയുടെ അവസ്ഥയെ സങ്കീർണമാക്കാനും സഹായിച്ചേക്കാം. ഇനി അടുത്തൊരു മുന്നറിയിപ്പ് അതിനോട് ചേർന്ന് വരികയാണ്. ഇനി ഡീവിയേഷൻ ഫ്രം ദാറ്റ് റൂൾ ഈസ് റൂയിനസ് ആൻഡ് ലീഡ് ടു ദ പ്രാക്ടീസ് ഓഫ് ഗിവിംഗ് മെഡിസിൻ ഓൺ സിംഗിൾ സിംറ്റം. ഈ ഒരു നിയമത്തിൽ നിന്നുള്ള, ഈ ഒരു തത്വത്തിൽ നിന്നുള്ള ഏതൊരു വ്യതിയാനവും ഏതൊരു മാറ്റവും നിങ്ങളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? റൂയിനസ്, വിനാശകരമായ ഒരു പ്രാക്ടീസിലേക്ക്. അത് എന്തിലേക്കാണ് പിന്നെ എത്തിച്ചേരുക? ലീഡ് ടു ദ പ്രാക്ടീസ് ഓഫ് ഗിവിംഗ് മെഡിസിൻ ഓൺ സിംഗിൾ സിംറ്റം. ഒറ്റ ലക്ഷണം വെച്ച് ഔഷധങ്ങൾ കൊടുക്കുന്ന ആ ഒരു നടപടിയിലേക്ക്, തെറ്റായ ഒരു പ്രാക്ടീസിലേക്ക് നിങ്ങളെ നയിക്കും. അത് ഹോമിയോപ്പതിയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്, പ്രാക്ടീസിൻ്റെ വിജയത്തിന് വിരുദ്ധമാണ്, പേഷ്യൻറ്റിൻ്റെ വെൽബീയിങ്ങിനും അതുവഴി ഹോമിയോപ്പതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമാണ്. ഇതാണ് വാസ്തവത്തിൽ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. കെൻറ്റിൻ്റെ കൂടുതൽ വിലപ്പെട്ട വിവരങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകൾ വരുന്നുണ്ട്. നമുക്ക് അവയെ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.